ചേച്ചിതെങ്ങോട്ടാ? പ്രതാപ, ഓഫീസിൽ നിന്ന് ബോർഡ് മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗിന് എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. ഞാനും വിശാലും ആ മീറ്റിംഗിന് ഉണ്ടാവണം. നീ എന്തിനാണ് ചിരിക്കുന്നത്? അല്ല പിന്നെ ഞാനെന്ത് വേണം? നീ കാര്യം പറയടാ. അല്ല, വിശാല് ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന മനസ്സിലാക്കാം. ചേച്ചി ഇപ്പൊ എന്തിനാ അതിൽ പങ്കെടുക്കാൻ പോകുന്നത്? ചേച്ചിക്ക് എന്ത് റോളാ അവിടെ ഉള്ളത്? ഇസ്പയുടെ 7-ാം കൂലിയുടെ അവസ്ഥയല്ലേ ചേച്ചിക്ക് ഇപ്പൊ അവിടെ ഉള്ളത്? നീ അങ്ങനെ പരിഹസിക്കൊന്നും വേണ്ട പ്രതാപ. ഞാൻ പറഞ്ഞത് വാസ്തവല്ലേ ചേച്ചി? ഇപ്പൊ കമ്പനിയുടെ മുഴുവൻ അധികാരം പാർവതിക്കല്ലേ? ആയിക്കോട്ടെ, മുഴുവൻ അധികാരവും അവൾക്ക് തന്നെ ആയിക്കോട്ടെ. ചേച്ചിക്ക് എന്ത് പറ്റി? കമ്പനി ഇവിടുത്തെ മുഴുവൻ സ്വത്തുക്കളും സ്വന്തം പേരിലാക്കണമെന്ന് പറഞ്ഞല്ലേ ചേച്ചി ഞാൻ ഇവിടേക്ക് വന്നത്. എന്നിട്ടിപ്പോ എല്ലാം മറന്ന് ചേച്ചി പിന്നാമ്പുറം പോവാണോ? എടാ, മനസ്സിൽ കണ്ട ഒരു ലക്ഷ്യത്തിൽ നിന്നും പിന്നോട്ട് പോകണമെങ്കിൽ പ്രഭാവതി മരിക്കണോടാ. പിന്നിപ്പോ എന്താ ചേച്ചിയുടെ ഉദ്ദേശം? അതൊക്കെ ഉണ്ട്. പാർവതി ഇന്ന് ഓഫീസിൽ മീറ്റിംഗിന് വരട്ടെ. ഓഫീസിന്റെ എല്ലാ അധികാരങ്ങളും അവൾക്കാണ് എന്നല്ലേ വൈപ്പ്? അവള് കമ്പനിയുടെ വലിയ ചെയർപേഴ്സൺ അല്ലേ? ആ ചെയർപേഴ്സണെ ഇന്ന് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നാണം കെടുത്തും. ഓഹോ, അതാണോ ചേച്ചിയുടെ പ്ലാൻ? അല്ല, ചേച്ചി അവളെ ഇപ്പൊ എങ്ങനെ നാണം കെടുത്തുമെന്ന് പറഞ്ഞു വരുന്നേ? നീ എത്തിയോ? എന്താ പാറു, നീ എന്നെ ഗൗനിക്കുന്നില്ലല്ലോ? ഞാനിപ്പോഴേ ഇച്ചിരി തിരക്കില്ല മണിക്കുട്ടാ. ഞാൻ ഇനി നിന്നോട് മിണ്ടാൻ നിന്നാ എനിക്ക് തീരെ സമയം ഉണ്ടാവില്ല. എന്താ ഇത്ര തിരക്ക്? നീ പതിവിലും നേരത്തെയാണല്ലോ അടുക്കള കയറിയിരിക്കുന്നത്. ഇന്നേ വിശാൽ സാറിന് നേരത്തെ ഓഫീസിൽ പോണം. അപ്പൊ രാവിലെ നേരത്തെ തന്നെ കാപ്പി ഉണ്ടാക്കി കൊടുക്കണ്ടേ? വേണം വേണം വേണം. അല്ല, നിന്റെ ഈ തിടുക്കമൊക്കെ കണ്ടാൽ നിന്റെ ഭർത്താവിന് നീ വാരിക്കൊടുക്കുമെന്ന് തോന്നുന്നല്ലോ. ആ, വേണ്ടി വന്നാ ഞാൻ അങ്ങനെയും ചെയ്യും. ഞാൻ വിശാൽ സാറിന് വാരി കൊടുത്താ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. എന്താടി, നിനക്ക് കണ്ടില്ലേ? ഒരാള് വരുന്നത് നിനക്ക് കണ്ടൂടെ? ഞാൻ കണ്ടതാ. പിന്നെ പിന്നെ നീ എന്തിനാടി എന്നെ വന്ന് മുട്ടിയത്? ഞാനല്ലല്ലോ വന്ന് മുട്ടിയത്, അപ്പച്ചല്ലേ എന്നെ വന്ന് തട്ടിയത്. ഓഹോ, എന്തോ ആലോചനയില് പരിസരബോധം മറന്ന് എന്നെ വന്ന് ഇടിച്ചിട്ട് ഇപ്പൊ കുറ്റം എന്റേതായോ? ഞാനല്ല വന്ന് മുട്ടിയത്, അപ്പച്ചേ ഇങ്ങോട്ട് വന്ന് തട്ടിയത്. ദേ പാർവതി, നീ കണ്ണ് കാണാതെ എന്നെ വന്ന് ഇടിച്ചിട്ട് ആ കുറ്റം എന്റെ തലയിൽ ചുമത്താൻ നോക്കിയാലുണ്ടല്ലോ എന്റെ വിധം മാറും, കേട്ടല്ലോ? ചുമ്മാ തർക്കിക്കാൻ നിൽക്കാതെ തറയിൽ വീണ ഭക്ഷണം എടുത്ത് ക്ലീൻ ചെയ്യാൻ നോക്കടി. എടി വൃത്തിയാക്കാൻ.
ഹായ് ജാസ്മിൻ. എത്ര നാളായി കണ്ടിട്ട്? 6-7 മാസമായിട്ടുണ്ടാവും, അത്രയല്ലേ ഉള്ളൂ. ആയിരിക്കാം, പക്ഷേ എനിക്കത് വർഷങ്ങൾ പോലെയാ തോന്നുന്നത്. എന്നും കണ്ടോണ്ടിരിക്കുന്ന നമ്മൾ പെട്ടെന്ന് കാണാതിരിക്കുമ്പോ ഒരു വലിയ ഗ്യാപ്പ് ഫീൽ ചെയ്യുമല്ലോ. ശരിക്കും നിന്നെ എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കും. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ബെസ്റ്റി അല്ലേ നീ? എന്തുണ്ടെങ്കിലും ഞാൻ നിന്നോടല്ലേ ഷെയർ ചെയ്യുന്നത്. അങ്ങനെയുള്ള നിന്നെ കാണാതിരുന്ന എനിക്കും വിഷമം ഉണ്ടാവില്ലേ? അതിനൊന്നും ഞാനല്ലല്ലോ കാരണം. ബിസിനസിന്റെ തിരക്കുകളുണ്ട്. എങ്കിലും നീ വിളിച്ചാൽ ഞാൻ ഓടി വരില്ലേ? ഇപ്പോൾ തന്നെ നിനക്കെന്നെ കാണണമെന്ന് പറഞ്ഞു. ദേ വിത്തിൻ മിനിറ്റ്സ് ഞാൻ നിന്റെ മുന്നിൽ അവതരിച്ചു. അതാണ് സ്വീറ്റി. എടി, നിനക്കറിയാലോ, ഞാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. അതിനിടയില് എനിക്ക് മറ്റൊന്നും ചിന്തിക്കാൻ സമയം കിട്ടുന്നില്ല. അതാ സത്യം. എങ്ങനെയാ നീയും വിശാലും തമ്മിലുള്ള വിവാഹം ഉടനെ നടക്കൂ? അത് ഞാൻ എങ്ങനെയെങ്കിലും നടത്തിയെടുക്കടി. എനിക്ക് തടസ്സം ആ പാർവതിയാണ്. അവളുടെ കാര്യത്തില് ആദ്യം ഒരു തീരുമാനം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഞാനും വിശാലും തമ്മിലുള്ള വിവാഹം നടക്കൂ. ആ, അവളുടെ ചാപ്റ്റർ വൈകാതെ തന്നെ ഞാൻ ക്ലോസ് ചെയ്യും. ജാസ്മിൻ, കമ്പനി കാര്യങ്ങളിൽ ഞാനും വിശാലും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും നീയും വിശാലും തമ്മിലുള്ള വിവാഹം നടക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതിനുവേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. എന്ത് വേണമെന്ന് നീ എന്നോട് പറഞ്ഞാ മതി. ഇപ്പോ നിനക്ക് എന്റെ എന്തെങ്കിലും സഹായം വേണോ? തൽക്കാലം വേണ്ട. ഞാനിപ്പോ നിന്നെ വിളിച്ചത് നിനക്കൊരു സഹായം ചെയ്യാൻ വേണ്ടിയാ. എന്ത് സഹായം? ഞാനതിന് നിന്നോടൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. എടി, ഫ്രണ്ട്സിന്റെ ആവശ്യം കണ്ടറിഞ്ഞ് പെരുമാറുന്ന സുഹൃത്താണ് യഥാർത്ഥ സുഹൃത്ത്. നീ കാര്യം പറ. നീ ഇത് കണ്ടോ? കമ്പനിയിൽ നടക്കാൻ പോകുന്ന ബോർഡ് മീറ്റിംഗില് വിശാല് പ്രസന്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പ്രോജക്റ്റിന്റെ ഫയലുകൾ ഉൾപ്പെടുന്ന പെൻഡ്രൈവാ ഇത്. ഇതവിടെ അവതരിപ്പിച്ച് ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്ത് പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്യിപ്പിക്കാനാ വിശാലിന്റെ പരിപാടി. ഒരവസരം കിട്ടിയ കമ്പനിയിലെ വിശാലിന് മുകളിൽ പെർഫോം ചെയ്യാനായിട്ടുള്ള അവസരത്തിനായി കാത്തിരിക്കല്ലേ നീ? എനിക്കത് പെട്ടെന്ന് ഓർമ്മ വന്നു. ഈ പെൻഡ്രൈവ് കിട്ടിയ നിനക്കത് പ്രയോജനപ്പെടുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ ഞാനിതങ്ങ് അടിച്ചു മാറ്റിയത്. ഇതില്ലെങ്കിൽ വിശാലിന് അവിടെ പ്രോജക്റ്റ് അവതരിപ്പിക്കാൻ പറ്റില്ല, അവൻ ആ കോൺട്രാക്ട് സൈൻ ചെയ്യാനും പറ്റില്ല. ഇത് കയ്യിലുണ്ടെങ്കിൽ നിനക്കവിടെ ഷോ ചെയ്യാം. കമ്പനി മീറ്റിംഗിൽ പിന്നെ നീ ആയിരിക്കും താരം. അവിടെ നിന്റെ സ്ഥാനം ഉയരും, നേട്ടങ്ങൾ നിരവധി നിനക്കുണ്ടാവും. താങ്ക് യുടാ ജാസ്മിൻ, യു ആർ സോ സ്വീറ്റ്. എന്റെ മനസ്സറിഞ്ഞ് തന്നെ നീ ഇത് ഒപ്പിച്ചല്ലോ. നീ ഇത് വെച്ചോ. ഇത് വെച്ച് ഞാനൊരു കളി കളിക്കും. വിശാൽ വിശ്വസിച്ചേൽപ്പിച്ച പെൻഡ്രൈവ് സ്വീറ്റിക്ക് കൊടുത്ത് പാർവതി വിശാലിനെ ഒറ്റിയതായിട്ട് ഞാൻ വരുത്തി തീർക്കും. അതോടെ പാർവതി ക്ലോസ്. രാവിലെ തന്നെ പാർവതിക്കൊരു പണി കൊടുത്തപ്പോ എന്താ ഒരു മനസുഖം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണി കൊടുക്കണം. ദരിദ്രവാസിയായ അവൾ ഇവിടെ വന്ന് ഇവിടുത്തെ സർവാധികാരി ആയാൽ അത് കണ്ടോണ്ടിരിക്കാൻ പറ്റൂ? അടുത്തത് അവൾക്ക് എന്ത് പണി കൊടുക്കാം? വിശാലാണല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാവും വരുന്നത്. മിക്കവാറും പാർവതി എന്റെ കുറ്റം പറയാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പ് എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിക്കണം. പാർവതി, പാർവതി,
താനിത് എന്തെടുക്കുക? ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായില്ലേ? വിഷ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയതായിരുന്നു. അവൾ അതെടുത്തോണ്ട് മുകളിലോട്ട് വന്നതുവാ. പക്ഷെ എന്ത് പറയാനാ, അവള് സ്റ്റെയർ കയറി മുകളിലോട്ട് വരുമ്പോ ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി വരികയായിരുന്നു. എന്റെ അശ്രദ്ധ എന്ന് പറഞ്ഞാ മതിയല്ലോ. പാർവതി കയറി വരുന്നത് കാണാതെ ഞാൻ അവളുടെ ദേഹത്തൊന്നും മുട്ടി. അവളുടെ കയ്യിലുണ്ടായിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് മുഴുവൻ നിലത്ത് വീഴുകയും ചെയ്തു. പാവം പാർവതി. ഇപ്പോ വിശാലിന് വേണ്ടി അവള് വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. അയ്യോ, അത് കഷ്ടമായി പോയല്ലോ. ഏയ് അത് സാരമില്ല വിശാൽ സാർ. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇപ്പൊ ഉണ്ടാക്കി തരാം. സാർ അത് കഴിച്ചിട്ട് പോയാൽ മതി. ഏയ് വേണ്ട വേണ്ട വേണ്ട, എനിക്ക് വേണ്ടി നീ ഇനി ധൃതിയൊന്നും കൂട്ടണ്ട. മാത്രമല്ല ഉടനെ ഓഫീസിൽ എത്തുകയും വേണം. അയ്യോ 5 മിനിറ്റ്, ഞാൻ ഇപ്പൊ തയ്യാറാക്കി കൊണ്ടുവരാം. ഏയ് വേണ്ട പാർവതി, നീ അത് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഓഫീസിൽ നിന്ന് കഴിച്ചോളാം. ആ, അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ഉച്ചയ്ക്കുള്ള ലഞ്ച് തയ്യാറാക്കുക. എന്നിട്ട് അതുമായിട്ട് നീ ഓഫീസിലേക്ക് വാ. ലഞ്ചിന് ശ്രീദേവി ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ലഞ്ച് കഴിക്കാം. ഓക്കെ? ശരി സാർ, ഊണ് ഞാൻ തയ്യാറാക്കി കൊണ്ടുവരാം. ആ ജാസ്മിൻ പറയ്. ആ സ്വീറ്റി, പാർവതി ഇന്ന് ഉച്ചയ്ക്ക് വിശാലിനുള്ള ലഞ്ചുമായിട്ട് ഓഫീസിലേക്ക് വരുന്നുണ്ട്. ഓക്കെ. അവൾ അവിടെ വരുമ്പോ ഒന്നും അറിയാത്ത പോലെ നീ അവളെ ഒരു വേലക്കാരിയെ പോലെ കണ്ട് ട്രീറ്റ് ചെയ്യണം. നാണം കെടുത്താവുന്നതിന്റെ പരമാവധി നീ അവളെ നാണം കെടുത്തേ വേണം. ഞാൻ ഏറ്റു. വിശാൽ അത് കണ്ടുകൊണ്ട് വന്നാ വിശാലിന് തോന്നണം പാർവതിയെ കല്യാണം കഴിച്ചത് അബദ്ധമായി പോയിന്ന്. ഇതുപോലൊരു പൊട്ടിയാണല്ലോ കല്യാണം കഴിച്ചതെന്നുള്ള കുറ്റബോധം അവനിൽ ഉണ്ടാവണം. അങ്ങനെ അവന് നാണക്കേടും കുറ്റബോധം തോന്നിയിട്ട് അവൻ പാർവതിയെ അവന്റെ ജീവിതത്തിൽ നിന്നും ആട്ടി ഓടിക്കണം. ആ വിധത്തിലായിരിക്കണം നിന്റെ പെർഫോമൻസ്. ഇത്രല്ലേ ഉള്ളൂ. അത് ഞാൻ ഏറ്റുടിയ. നീ ധൈര്യമായിട്ടിരിക്കെ. നീ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ നടപ്പിലാക്കിയിരിക്കും. ഓക്കെ? ഓക്കെ, എല്ലാം കഴിഞ്ഞ ശേഷം എന്നെ വിളിക്കണം, വിളിച്ച് വിവരം പറയണം. വിശാലും പാർവതിയും തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്നുള്ള ഗുഡ് ന്യൂസിന് വേണ്ടി നീ വെയിറ്റ് ചെയ്യും. ബൈ. ഓക്കെ, ബൈ. എത്രയായി? 50. ഇവളെത്തിയോ? ഡോ സെക്യൂരിറ്റി, ഇങ്ങോട്ട് വരൂ. യെസ് മാഡം. താനിവിടുത്തെ പുതിയ സെക്യൂരിറ്റി അല്ലേ? ഇന്നല്ലേ താനിവിടെ ജോയിൻ ചെയ്തത്? അതെ മാഡം. ആ, തന്നോടൊരു പ്രധാന കാര്യം പറയാനുണ്ട്. ഇന്നിവിടെ പ്രധാനപ്പെട്ടൊരു മീറ്റിംഗ് നടക്കുക. അതുകൊണ്ട് ശരി. പുറത്തുനിന്ന് ആരെയും അകത്തേക്ക് കടത്തി വിടരുത്. ശരി മാഡം. എന്നാ താൻ ചെല്ല്, എന്നിട്ട് പറഞ്ഞതുപോലെ ചെയ്യും. ഓക്കെ മാഡം. എവിടെ പോകുന്നു? എവിടെ പോകുന്നു? അല്ല,
അകത്തോട്ട് പോണം. ഈ ഭക്ഷണം വിശാൽ സാറിന് കൊടുക്കാനാ? അതൊന്നും പറ്റില്ല. പറ്റില്ലെന്നോ? പറ്റില്ല. അതെന്താ പറ്റാത്തെ? ഇന്നവിടെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് നടക്കുക. അതുകൊണ്ട് പുറത്തുനിന്ന് ആരെയും അകത്തേക്ക് കടത്തിവിടാൻ പറ്റില്ല. ചേട്ടാ, ഇത് വിശാൽ സാറിനുള്ള ഭക്ഷണോ? എന്ത് തന്നെയായാലും പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അദ്ദേഹം രാവിലെ തന്നെ കാപ്പി കുടിക്കാതെ ഇങ്ങോട്ട് പോകുന്നത്. ഇപ്പൊ സാറിന് നന്നായിട്ട് വിശക്കുന്നുണ്ടാവും. അതെ, ഞാൻ ഇതൊന്ന് കൊണ്ടു കൊടുത്തോട്ടെ. ഉച്ചയ്ക്കും കൂടി കൃത്യസമയത്ത് ആഹാരം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വലിയ സങ്കടാവും. ഇതൊന്നും എനിക്ക് കേൾക്കണ്ട. ആരും അകത്തേക്ക് കടത്തിവിടണ്ടെന്നാ മുകളിൽ നിന്നുള്ള ഓർഡർ. എനിക്കതനുസരിച്ചേ പറ്റൂ. ചേട്ടാ, ദയവായിട്ട് ചേട്ടൻ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടി പോവാൻ നോക്ക്. ചെല്ലേ. എനിക്ക് ഈ ഭക്ഷണം വിശാൽ സാറിന് കൊടുക്കണം. കൊടുത്തേ പറ്റൂ. അത് പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്യ്. ഭക്ഷണം എന്റെ കയ്യിൽ തന്നേക്ക്, ഞാൻ കൊടുത്തേക്കാം. അതൊന്നും പറ്റില്ല. എന്റെ കൈ കൊണ്ട് തന്നെ സാറിന് ഇത് കൊടുക്കണം. അത് നടക്കില്ല. അങ്ങനെയാണെങ്കിൽ മീറ്റിംഗ് കഴിയുന്നവരെ പുറത്ത് വെയിറ്റ് ചെയ്യ്. ചെല്ല്. ചെല്ലാൻ. മാഡം എന്താ അവിടെ നിൽക്കുന്നേ? മാഡം മാഡം എന്താ ഇവിടെ നിൽക്കുന്നേ? അതോ, ഞാൻ വിശാൽ സാറിന് ഈ ഭക്ഷണം കൊണ്ടുകൊടുക്കാൻ വന്നതാ. പക്ഷേ അകത്തെന്തോ മീറ്റിംഗ് നടക്കുന്നുണ്ടെന്ന് ഈ ചേട്ടൻ എന്നെ അകത്തേക്ക് കടത്തി വിടുന്നില്ല. എടോ, ഇതാരാണെന്ന് വെച്ചിട്ടാ താൻ തടഞ്ഞു നിർത്തിയിരിക്കുന്നേ? ഈ നിൽക്കുന്നതേ നമ്മുടെ ചെയർപേഴ്സണാ. ഈ മാഡം നമ്മുടെ മുതലാളിയാ. അത് വല്ലതും തനിക്കറിയോ? അയ്യോ സാറേ, എനിക്കറിയില്ലായിരുന്നു. ഞാൻ വന്നേല്ലേ ഉള്ളൂ. ഇന്ന് വന്നോ ഇന്നലെ വന്നോ എന്ന് വന്നാലും ശരി, ആളും തരോ നോക്കി കണ്ട് പെരുമാറണം. യു ഫൂൾ. മാപ്പ് ചോദിക്കണോ? മാഡത്തിനോട് മാപ്പ് ചോദിക്കാൻ. അയ്യോ, അതൊന്നും വേണ്ട. അല്ല, ഇയാള് ചെയ്ത തെറ്റിന് ഇയാള് മാപ്പ് പറയണം. സോറി മാഡം, സോറി. ഞാൻ അറിയാതെ, എന്നോട് ക്ഷമിക്കണം. അയ്യോ, അതൊന്നും സാരമില്ല. ഇനി എനിക്ക് അകത്തോട്ട് പോവാല്ലോ അല്ലേ? വരണം മാഡം, പ്ലീസ് കം. വരൂ. ഏത് നശിച്ചവനെയാണോ കണിയേണ്ടത്? ജോയിൻ ചെയ്ത് അന്ന് തന്നെ ജോലി പോയാനെ. മാഡം പാവായതുകൊണ്ട് രക്ഷപ്പെട്ടു. ഈ മീറ്റിംഗിന്റെ പ്രാധാന്യം നിങ്ങൾക്കെല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. കമ്പനിയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്താനും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് പ്ലാൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നമ്മുടെ കമ്പനിയെ നമ്മളോട് മത്സരിക്കുന്ന മറ്റു കമ്പനികളുടെ മുകളിലെത്തിക്കണം. ഒന്നാം സ്ഥാനത്തെത്തിക്കണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാനാവും? കമ്പനിയെ കൂടുതൽ ലാഭത്തിലേക്ക് എത്തിക്കുന്നതിന് അനുയോജ്യമായ പുതിയ പ്രോജക്റ്റുകൾ ഉണ്ടാവണം. അതെല്ലാം നമുക്കിന്നിവിടെ ഡിസ്കസ് ചെയ്യാം. വിശാലേട്ടിൽ നിന്ന് നമുക്കിവിടെ ചർച്ച തുടങ്ങാം. വിശാലേട്ടൻ പറയൂ, കമ്പനിയുടെ വികസനത്തിന് വേണ്ടി എന്തൊക്കെയാണ് വിശാലേട്ടൻ്റെ ഐഡിയാസ്? എനിക്ക് കുറച്ചധികം ആശയങ്ങൾ പറയാനുണ്ട്. പ്രധാനമായും വ്യക്തമായൊരു മാർക്കറ്റ് സ്റ്റഡിയുടെ അഭാവം ഞാൻ കാണുന്നുണ്ട്. മാർക്കറ്റിൽ ഉണ്ടാവുന്ന ഫ്ലക്ച്വേഷൻസ് തിരിച്ചറിയാതെ നമ്മുടെ കമ്പനി പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്നതും വിതരണം ചെയ്യുന്നതും അത് വലിയ രീതിയിലുള്ള ദോഷമാണ് കമ്പനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് അറിയാതെ നിർമ്മാണം നടത്തുന്നതുകൊണ്ട് തന്നെ വിപണന സാധ്യതയില്ലാത്ത ഒത്തിരി സ്റ്റോക്സ് നമ്മുടെ കമ്പനി ഗോഡൌണുകളിൽ കെട്ടിക്കിടക്കുക.
ഓ സോറി മീറ്റിംഗ് നടക്കായിരുന്നല്ലേ? നടക്കട്ടെ. ജാസ്മിൻ, ഇവിടെ ബോർഡ് മീറ്റിംഗാണ് നടക്കുന്നത്. നിന്നോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ജാസ്മിനെ ഞാനാ വിളിച്ചു വരുത്തിയത്. ഞങ്ങൾ സുഹൃത്തുക്കളാ. അതിന് ജാസ്മിൻ ഒരു അഡ്വക്കേറ്റ് അല്ലേ? നമ്മുടെ ഈ മീറ്റിംഗ് നടക്കുമ്പോ നിയമപരമായ എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു ഒപ്പീനിയൻ വേണമെങ്കിൽ ജാസ്മിനുള്ളത് നല്ലതല്ലേ? എനിക്കങ്ങനെ തോന്നി. അതുകൊണ്ടാണ് ജാസ്മിനോട് വരാൻ പറഞ്ഞത്. ഓക്കെ സ്വീറ്റ് പറഞ്ഞ ശരിയാ. ജാസ്മിനും കൂടി ഉള്ളത് നല്ലത് തന്നെയാ. ജാസ്മിനും മീറ്റിംഗിന് ഇരുന്നോട്ടെ. താങ്ക് യു. ഓക്കെ. ജാസ്മിൻ അനവസരത്തിൽ ഇവിടെ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇവളുടെ ഉള്ളിൽ എന്തോ ഒരു പ്ലാൻ ഉണ്ട്.